സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, ഗുരുക്കന്മാരെ, ഞാൻ വീട്ടിൽ എൻ്റെ കുട്ടിയുടെ നല്ലൊരു അച്ഛനാണ്, എൻ്റെ ഭാര്യയുടെ നല്ലൊരു ഭർത്താവാണ്. പക്ഷേ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ഞാനൊരു വില്ലനാണെന്ന് തെളിയിച്ചൊരു അവസരമാണിത്. ആ എല്ലാ അമ്മമാർക്കും അനിയത്തിമാർക്കും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു നാടൻ പാട്ട് പാടണം എന്നൊരാഗ്രഹം. എന്തായാലും നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ട് പാടണമെങ്കിൽ അത് പാടാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട്, ഞാനിത് പള്ളിയിലെ അച്ഛന്മാർ പറയുന്ന മാതിരി ലണ്ടനിൽ പോയി എന്നറിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പോയി, എങ്ങനെയൊക്കെ പോയി, ആരുടെ സഹായം കൊണ്ട് അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആ മാതാമ്മമാരുടെ വേഷം കണ്ടിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി അവിടുത്തെ പെണ്ണുങ്ങളെ കുറിച്ചൊരു പാട്ട് എഴുതാൻ. അവരെ കണ്ട് പഠിക്കണം നമ്മൾ. 1 മീറ്റർ തുണി കൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആൻസർ ദ ഫോളോയിങ് ദ ക്വസ്റ്റ്യൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഒരൊറ്റ മീറ്റർ തുണി കൊണ്ട് ഈ വക സാധനങ്ങൾ മുഴുവൻ തയ്ച്ചിട്ടേക്കണം. അവരെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ തോന്നി. ഇവിടുത്തെ അല്ലേ കേട്ടോ. അവിടത്തെ പെമ്പിള്ളേരുടെ ആവേശവിധാനം ചന്തയിലെ മുറികളെ പോലെ അവിടത്തെ പെമ്പിള്ളേരുടെ ആവേശവിധാനം ചന്തയിലെ മുറികളെ പോലെ തത്തരികിടതിമൃതൈ മലവെള്ള പാച്ചിലതില്ലല്ലോ പിന്നെന്തിനു കൊച്ചേ മുട്ടോളം ഇറക്കം പാവാട തത്തരികിടതിമൃതൈ മലവെള്ള പാച്ചിലതില്ലല്ലോ പിന്നെന്തിനു കൊച്ചേ മുട്ടോളം ഇറക്കം പാവാട തത്തരികിടത് മൃതൈ. 4 ആള് കൂടണ സമയത്ത് ഒന്ന് കുമ്പിട്ട് പോയാൽ 4 ആള് കൂടണ സമയത്ത് ഒന്ന് കുമ്പിട്ട് പോയാൽ ജനഗണമന അപ്പാടുല്ലോ തത്തരികിടത് മൃതൈ. അവിടത്തെ പെമ്പിള്ളേരുടെ ആവേശവിധാനം തന്തയിലെ മൂലികളെ പോലെ തത്തരികിടത് മൃതൈ. അവിടുത്തെ കാര്യം പറഞ്ഞിട്ടോ. ഇത് നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്, ഒരിക്കലും ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഒരു ഗാനം എന്ന് പറയുന്നത്, സിനിമയിൽ ഒരുപാട് കുറേ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. വളരെ എന്താ പറയുക, എല്ലാവരും ഭയങ്കര സ്പിരിറ്റോട് കൂടി തന്നെ എന്താ പറയുക, എല്ലാവരും ആവേശത്തോടു കൂടിയാണ് പാടിയത്. അതുകൊണ്ട് ഒരു മുസ്ലിം ഗാനം ഞാൻ പാടും. ഇത് വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല കേട്ടോ. എന്നല്ലേ ഞാൻ എൻ്റെ വഴിക്ക്, ഇവരെൻ്റെ വഴിക്ക് വരും, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പോലെ എവിടെ ചെല്ലുന്നു അവിടെ അത്രേ ഉള്ളൂ. എല്ലാം പെട്ടെന്നായിരിക്കും. അളിയൻ വരുന്നതും പെങ്ങളെ കൊണ്ടുപോകണം. മൈദേ മോളെ ഞാൻ നിക്കാഹി ചെയ്തി ആകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിൽക്കൂല, മുറ്റ മടിക്കൂല, പല്ലും കൂടി തേക്കൂലേ. ആ മൈദേ മോളെ ഞാൻ നിക്കാഹി ചെയ്തി ആകെ കുഴപ്പത്തിലായി. ആ കാലത്തെ നിൽക്കൂല, മുറ്റ മടിക്കൂല, പല്ലും കൂടി തേക്കൂലേ. മുണ്ടാനോ പാടില്ല, പറയാനോ പാടില്ല, മാമാന്റെ മോളായി പോയി. അമ്മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തി ആകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിൽക്കൂല, മുറ്റ മടിക്കൂല, പല്ലും കൂടി തേക്കൂലേ. ഇതിനൊക്കെ എന്റെ പഴയ, ഞാൻ പണ്ട് ഗൾഫിലേക്ക് പോയി എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. കൊണ്ടോടിച്ചവൾ എന്നുമ്മാനെ നല്ലാനായൊരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ. തല്ലാനോ പാടില്ല, പറയാനോ പാടില്ല, മാമാന്റെ മോളായി പോ. ആ തല്ലാനോ പാടില്ല, പറയാനോ പാടില്ല, മാമാന്റെ മോളായി പോ. അടിയന്തീനാഥമ്മേ, എന്താടീനാഥമ്മേ, നീ എന്നെ നോക്കണേ, എന്നോട് വിട്ടുകയില്ലേ. അത് 5-6 പ്രാവശ്യം നീ എന്നെ കരുത്തോട്ട് ചെറുതൊന്നു വെട്ടിച്ചു നോക്കി. അടിയന്തീനാഥമ്മേ, നീ എന്നെ നോക്കണേ, എന്നോട് വിട്ടുകയില്ലേ. അത് 5-6 പ്രാവശ്യം നീ
വീട്ടിലാരും അവൾ കാലത്തെ നിൽക്കൂല കുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലേ